ശ്രീ AP അഹമ്മദ് അമുസ്ലിങ്ങളെ നിയമിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. അപ്പോൾ അതിന് വളരെ കൃത്യമായ ആ കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ പറയുകയാണ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അതായത് അമുസ്ലിങ്ങളെ നിയമിക്കും എന്ന് തന്നെയാണ് സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നോക്കൂ, നമ്മൾ ഇപ്പോൾ അതിനുശേഷം എൻ ഷംസുദ്ദീൻ ഈ കൃത്യമായ സർക്കാരിൻ്റെ നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനുശേഷം നമ്മൾ കേരളത്തിൽ കാണുന്ന കാഴ്ച എന്താണ്? ഇവിടെ വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനം നടത്തുകയാണ് പ്രതിപക്ഷം. സർക്കാരിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നു. മുസ്ലിം ലീഗിനകത്ത് പ്രശ്നങ്ങൾ വരുന്നു, സമസ്തയുടെ മുന്നറിയിപ്പ് വരുന്നു. അങ്ങനെ എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നാകെ സർക്കാരിനെതിരെ അണിനിരക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഈ മണിക്കൂറുകളിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് പൊതുവെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളം കാണുന്ന ഒരു പ്രതിഭാസമാണ്. രാജ്യത്തെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണം ഞങ്ങൾക്ക് മാത്രം ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായൊരു നിലപാടുണ്ട്. അത് തിരുത്തേണ്ടി വരും എന്ന് അത് പറഞ്ഞുകൊണ്ടിരുന്നവരെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണിത്. സത്യത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം സാറ് വളരെ വിസ്തരിച്ച് അതിൻ്റെ ഒരു അടിസ്ഥാനം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണ്? ആദ്യത്തെ പ്രശ്നം സാർ ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്രം പാസ്സാക്കിയ വഖഫ് ഭേദഗതി ബില്ലുണ്ട് 2025. ആ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ട് കുറേയേറെ ഹർജികൾ ഇപ്പോഴും നമ്മുടെ വഖഫ് ബോർഡിൻ്റേത് ഉൾപ്പെടെ സുപ്രീം കോടതിയിലുണ്ട്. ആ ഹർജിയിൽ തീരുമാനമായാൽ മാത്രമേ അന്തിമമായി ഈ ഒരു പുതിയ വഖഫ് ബോർഡിനെ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിക്കാനാവൂ. അതിന് കാത്തു നിൽക്കാതെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അധികാരം ഒഴിയുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അധികാരം ഒഴിയുക എന്നല്ല, പിണറായി വിജയൻ ഗവൺമെൻറ് വീണ്ടും വരുമെന്ന് അമിതമായ പ്രതീക്ഷ വെച്ചിരിക്കണം. അതുകൊണ്ട് അവരിറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിരക്കിട്ട് എന്ന് പറഞ്ഞാൽ പഴയ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു. ആ വഖഫ് ബോർഡിൻ്റെ ചെയർമാനെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പൊന്നാനിയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ KS ഹംസയെ ചെയർമാനായി വഖഫ് ബോർഡ് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്രശ്നം അവിടെയാണ്. എന്തായിരുന്നു തിടുക്കം? ഒരു പക്ഷേ അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം, ഞങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന തോന്നലിൽ നിന്നായിരിക്കാം വന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും കോടതിയിൽ പറയേണ്ടതുണ്ട്. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന തർക്കമുള്ള ഇഷ്യൂസിൽ പരിഹാരം കോടതി നിർദ്ദേശിക്കുന്നത് വരെ വഖഫ് ബോർഡിനെ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ തിരക്കിട്ട് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വളരെ സമർത്ഥമായിട്ട് ഒരു ക്ലോസ് മാറ്റിവെച്ചു. അമുസ്ലിം അംഗങ്ങളെ നിയമിച്ചില്ല. അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന്, ഈ വഖഫ് ബോർഡ് അപൂർണമാണ്. രണ്ട്, അപൂർണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ചെന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഇന്നലെ വന്ന വിധി ഹൈക്കോടതിയുടെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം സമ്പൂർണ്ണമായി ഒരാഴ്ചത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് വഖഫ് ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടപ്പാക്കിക്കൊണ്ട് ഇന്നലെ വന്ന ഉത്തരവ് ഷോൺ ജോർജിൻ്റെ ഹർജിയുടെ പുറത്താണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഷോൺ ജോർജ് ആകെ ആവശ്യപ്പെട്ടത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുത്തോളം, ഷോൺ ജോർജ് ആകെ പരാതിപ്പെട്ടത് ഈ ഇപ്പോഴത്തെ വഖഫ് ബോർഡ് അപൂർണമാണ്, ഇൻകംപ്ലീറ്റ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ വഖഫ് ബോർഡിന് സാധാരണ ഈ കോടതിക്ക് കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം അടിയന്തരമായി ഈ അമുസ്ലിം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്ത് വഖഫ് ബോർഡ് ആക്കേണ്ടതാണ് എന്ന ഉത്തരവാണ് പുറപ്പെടുവിക്കേണ്ടത്. പക്ഷെ അതല്ല ഉണ്ടായിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം സമ്പൂർണ്ണമായി മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷോൺ ജോർജിന്റെ മാത്രം ഹർജി അല്ല, ഒപ്പം 3-4 ഹർജികൾ വേറെ ഒരു ക്രിസ്ത്യൻ സംഘടനയുടെ, ഒരു മുസ്ലിം സംഘടനയുടെ, ഒപ്പം പ്രധാനപ്പെട്ട ഒരു ഹർജി ചെന്നത് ശ്രീ സ്റ്റാലിൻ ദേവന്റെയാണ്. സ്റ്റാലിൻ ദേവൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ഇഷ്യൂ പഠിക്കുകയും മുനമ്പത്തുകാരെ സഹായിക്കാൻ സ്വമേധയാ നിയമസഹായം നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തിപരമായ ഹർജിയാണ്. പക്ഷേ സ്റ്റാലിൻ ദേവൻ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോഴത്തെ നിലവിലുള്ള വഖഫ് ബോർഡ് ശ്രീ KS ഹംസ ചെയർമാനായിട്ടുള്ള ശ്രീമാൻ ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള 9 അംഗങ്ങളുള്ള ബോർഡ് അപൂർണമാണെന്ന് മാത്രമേ ഷോൺ ജോർജ് പറഞ്ഞുള്ളൂ. പക്ഷേ ശ്രീ സ്റ്റാലിൻ ദേവൻ കുറെ കൂടി മുന്നോട്ട് പോയി ഒരു ചലഞ്ച് ചെയ്തു വഖഫ് ബോർഡിനെ. വഖഫ് ബോർഡ് അപൂർണമാണ്, മീൻസ് ഇൻകംപ്ലീറ്റ് ആണെന്ന് മാത്രമല്ല, ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണെന്ന് തെളിയിച്ചു. എങ്ങനെ? ഒന്ന്, അമുസ്ലിം മെമ്പർമാരില്ല.
ഈ വഖഫ് ബോർഡിൽ KS ഹംസ ചെയർമാനായ വഖഫ് ബോർഡിൽ ഒരു അമുസ്ലിം മെമ്പർ, നേരത്തെ സാറ് പറഞ്ഞ പോലെ 3 മെമ്പർമാർ വരെ സംസ്ഥാന വഖഫ് ബോർഡിൽ വേണം, പക്ഷെ ഒരു അംഗത്തെ പോലും നിയമിച്ചിട്ടില്ല. അത് നിയമവിരുദ്ധമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനേക്കാൾ വേറെയും 3-4 കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുസ്ലിം വിഭാഗങ്ങളുടെയൊക്കെ പ്രതിനിധികൾ വേണം. നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ വഖഫ് ബോർഡിൽ വന്ന 9 പേരും സുന്നി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. സുന്നി അല്ലാത്ത ഒരു വിഭാഗത്തിന്റെ പ്രാതിനിധ്യമില്ല. രണ്ടാമത്തെ നിയമവിരുദ്ധം. മൂന്നാമത്, ബാർ കൗൺസിലിന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ വഖഫ് ബോർഡിൽ വേണം നിയമപ്രകാരം. അത് വന്നിട്ടില്ല. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കുറവ്, വഖഫ് ബോർഡിൽ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ഭരണത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ പ്രതിനിധിയായിട്ട് വേണ്ടത് വഖഫ് ബോർഡിന്റെ ചുമതല വഹിക്കുന്ന ഒരു റവന്യൂ ഉദ്യോഗസ്ഥനാണ്. പകരം ഈ വഖഫ് ബോർഡിലുള്ളത് ലോ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനല്ല. അതും നിയമവിരുദ്ധമാണ്. ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടാണ് 3-4 നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാലിൻ ദേവൻ ഇത് ഇല്ലീഗലാണെന്ന് സ്ഥാപിച്ചത് കൊണ്ട് കൂടിയാണ് ഈ വിധി കിട്ടിയത്. ഇല്ലീഗലായി ഒരു ബോർഡും പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് നിലനിൽക്കുന്ന ഈ നിലവിലുള്ള ഘടന പ്രകാരം അടിയന്തരമായി അത് മരവിപ്പിക്കണം. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം നിലവിൽ വരണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഓർഡർ പ്രകാരം അഡ്മിനിസ്ട്രേറ്റർ ഭരണം നിലവിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിപ്പോ ഷോൺ ജോർജിന്റെ ബില്ലാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാത്രം താല്പര്യമില്ല, മീഡിയ ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഷോൺ ജോർജ് ആണ് ആദ്യം കോടതിയിൽ പോയത്, BJPയുടെ പ്രതിനിധിയാണ്. പക്ഷെ ഷോൺ ജോർജ് പോയത് കൊണ്ട് മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര സ്ട്രോങ് ആയ വിധി വന്നത് സ്റ്റാലിൻ ദേവന്റെ കൂടി ഹർജിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് തീരുമാനം ഉണ്ടായത് എന്ന് പറയുന്നത്. ശ്രീ AP അഹമ്മദ്, ഒരു കാര്യം, പക്ഷേ ഇത് വളരെ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിൽ വളരെ കൃത്യമായി മുസ്ലിം സംഘടനകൾ, അതുപോലെ പ്രതിപക്ഷ സംഘടനകൾ എല്ലാം ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് BJP നേതാവായ ഷോൺ ജോർജ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു, അമുസ്ലിം അംഗങ്ങളെ നിയമിക്കണമെന്നുള്ളത്. അത് സർക്കാർ അതേപടി അംഗീകരിച്ചു എന്നുള്ള ഒരു വേർഷനാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സംഘപരിവാറിന് കീഴടങ്ങി എന്നുള്ള വ്യാഖ്യാനം വരുത്തുന്ന രീതിയിൽ ഷോൺ ജോർജിനെ മാത്രമാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ്. BJP നേതാവ് കൊടുത്ത ഹർജിയെ കോൺഗ്രസ് നേതാവ് ഭരിക്കുന്ന കേരളം പിന്തുണച്ചു, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഹർജിയെ ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് പിന്തുണച്ചു എന്ന് വരുത്തി തീർക്കാൻ ഒരു നെറേറ്റീവ് ഉണ്ടാക്കണമെങ്കിൽ ഷോൺ ജോർജിനെ പിൻ പോയിന്റ് ചെയ്യണം. സത്യത്തിൽ ഷോൺ ജോർജ് മാത്രമല്ല, ഷോൺ ജോർജിനെ പോലെ തന്നെ നാല് ഹർജികളുമായിട്ട് പ്രധാനപ്പെട്ട 4 ഹർജികൾ പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുറെ കൂടി ഇല്ലീഗലാണെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് സ്ഥാപിച്ചത് ലക്ഷ്മി ശ്രീധർ, ഒരു വക്കീലായിട്ട്, സ്റ്റാലിൻ ദേവന്റെ വക്കീലായിരുന്നു. അത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് വാദിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരു ഗംഭീരമായിട്ട് അവർ വാദിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്ന സന്തോഷം. നമുക്കിപ്പോൾ ഷോൺ ജോർജ് പോയിട്ടായാലും സ്റ്റാലിൻ ദേവും പോയിട്ടായാലും വിധി വരേണ്ടതാണ്. കാരണം ഇതിന്റെ ഈ പ്രവർത്തനം ഈ വഖഫ് ബോർഡ് നിയമവിരുദ്ധമാണ്, അത് മരവിപ്പിക്കേണ്ടതുമാണ്. ഇനി ചെയ്യേണ്ടത് എന്താണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ. ഇപ്പോൾ വഖഫ് ബോർഡ് ചെയ്യേണ്ടത് എന്താ? വഖഫ് ബോർഡിന് ഒരാഴ്ചത്തെ സമയം കൊടുത്തല്ലോ. ഇപ്പൊ ഇവർ കാണിക്കുന്നതല്ലേ നിയമവിരുദ്ധമായ ഏർപ്പാട്? വഖഫ് ബോർഡിന് ശ്രീ KS ഹംസ ചെയർമാനായ വഖഫ് ബോർഡിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്, നിങ്ങൾക്കിതാ ഇന്നു മുതൽ ഒരാഴ്ച സമയം തരാം, അടുത്ത ബുധനാഴ്ചക്ക് മുമ്പ് നിങ്ങൾ ഈ ഇല്ലീഗലാണ് എന്ന ഹർജി കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾക്ക് എന്താണ് മറുപടിയും പ്രതിക്രിയയും ചെയ്യാനുള്ളത് എന്ന് കോടതിയെ ബോധിപ്പിക്കണം എന്നാ. അതിന് സമയം കൊടുത്തു. ഈ അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ കൃത്യമായി അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ടതിന് പകരം തിരക്കിട്ട് KS ഹംസയും ഉമർ ഫൈസിയും കൂടി സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ അവർ പോയി പറഞ്ഞത് ഇതാ ഈ ഷോൺ ജോർജിന്റെ തുടർന്നോളൂ. എന്താണ് മാഡം, പറഞ്ഞോളൂ. തുടർന്നോളൂ. സുപ്രീം കോടതിയിൽ പോയ കാര്യം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. സുപ്രീം കോടതിയിൽ പോയി പറയാം. അതെ, സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞത് ഈ ഷോൺ ജോർജിന്റെ വാദം പോലെ ചില വാദങ്ങൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വന്നിരുന്നു. അന്ന് സുപ്രീം കോടതി ആ ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയിട്ടുണ്ട്. ആ കീഴ്വഴക്കം വെച്ചിട്ട് ഇതും റദ്ദാക്കണം എന്നാ. ഷോൺ ജോർജിന്റെ വിധിയിൽ പറഞ്ഞ അമുസ്ലിം കേസ് മാത്രമല്ല, അമുസ്ലിങ്ങൾ ഇല്ലാന്ന കേസ് മാത്രമല്ല. ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാ. ഈ വഖഫ് ബോർഡിൽ MLA-മാരുടെ പ്രതിനിധി വേണം, MP-മാരുടെ പ്രതിനിധി വേണം. MP-മാരുടെ പ്രതിനിധിയായിട്ട് A റഹീമാണ്. തീർച്ചയായിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുമ്പോൾ A റഹീമിനെ നോമിനേറ്റ് ചെയ്യും, തെറ്റല്ല. A റഹീം ഭാഗ്യവശാൽ ഇപ്പോഴും MP ആയതുകൊണ്ട് അത് നിയമപ്രകാരമാണ്. എന്നാൽ
പിണറായി വിജയന്റെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത വഖഫ് ബോർഡിൽ MLA-മാരുടെ പ്രതിനിധി വേണം. MLA-മാരുടെ പ്രതിനിധി ആരാണ്? അന്നത്തെ 2026 കാലഹരണപ്പെട്ട MLA-യുടെ നിയമസഭയിലെ കുറ്റ്യാടി MLA ആയിരുന്ന ശ്രീ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററാണ് ഇപ്പോഴും നമ്മുടെ വഖഫ് ബോർഡ് മെമ്പർ. അത് ഇല്ലീഗൽ അല്ലേ? MLA അല്ലാത്ത ഒരാൾ MLA-യുടെ പ്രതിനിധിയായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെ നിയമവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ സ്റ്റാലിൻ ദേവന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് ഇല്ലീഗൽ ആകുന്നത്. ഇപ്പൊ അവർ ചെയ്യേണ്ട പണി അതല്ല. ഒരാഴ്ചത്തെ സമയം നമ്മുടെ വഖഫ് ബോർഡിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തതാണ്. അടുത്ത ബുധനാഴ്ച ചെന്നിട്ട് പറയണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ തിരുത്തുമോ ഇല്ലയോ, ഇത് ഇല്ലീഗൽ ആണോ അല്ലയോ. അല്ലെങ്കിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്, ഇവര് ഈ വഖഫ് ബോർഡ് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തന്നെ തിരക്കിട്ടാണ്, ആവശ്യമില്ലാത്ത രാഷ്ട്രീയ വെപ്രാളം കാണിച്ചതാണ്. ചെയ്യേണ്ടിയിരുന്നത് ഇവരുടെ ഉൾപ്പെടെയുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ ക്ലാരിറ്റി അന്തിമ വിധി വരുന്നത് വരെ വഖഫ് ബോർഡ് ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നില്ല. വഖഫ് ബോർഡിന് CA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടല്ലോ, അത് അതിന്റെ വഴിക്ക് പൊയ്ക്കൊള്ളട്ടെ, ഞങ്ങൾ തിരക്കിട്ട് ഒരു രാഷ്ട്രീയ ബോർഡിനെ റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പോയി പറയുന്നില്ല. ഇപ്പോഴും ഇവർക്ക് നിയമവിരുദ്ധമായി സമ്പൂർണ്ണമായി 5 കാരണങ്ങളാൽ നിയമവിരുദ്ധമായ ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അത് നടപ്പുള്ള കാര്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടാനിടയുള്ള ഒരേ ഒരു വിധി അടുത്ത ബുധനാഴ്ച പോയിട്ട് ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ എന്നായിരിക്കും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അതേ ഊഹിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയണം, അപ്പോഴേ ഇത് പൂർത്തിയാവുള്ളൂ. തീർച്ചയായിട്ടും ഏത് ഗവൺമെന്റ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്നിപ്പോ കേരളത്തിൽ പിണറായി വിജയനാണ് ഭരിച്ചിരുന്നത് എങ്കിൽ പോലും സതീശന്റെ ഗവൺമെന്റ് കൊടുത്ത അതേ അഫിഡവിറ്റ് മാത്രമേ കേരളത്തിലെ ഹൈക്കോടതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. എന്താ കാരണം? ഒരു നിയമം പാസാക്കി വെച്ചതാണ്, രാജ്യം പാസാക്കി വെച്ച നിയമപ്രകാരമല്ലാതെ ഒരു ഹൈക്കോടതി ഒരു വഖഫ് ബോർഡ് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ ഹൈക്കോടതി ഈ വഖഫ് ബോർഡിന്റെ ബോർഡ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ പരിശോധിച്ചോളാം സാർ, ഞങ്ങൾ പരിശോധിച്ചോളാം, ആവശ്യമായി കോടതി നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ വരുത്തിക്കൊള്ളാം എന്നേ പറയാൻ പറ്റുള്ളൂ. പിണറായി വിജയനാണ് ഭരിക്കുന്നതെങ്കിലും അതേ പറയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ സതീശൻ ഗവൺമെന്റ് ഈ കോടതിയെ അനുസരിച്ചു, കോടതിയെ ധിക്കരിച്ചില്ല, കോടതി പറയുന്നത് പോലെ നിയമാനുസൃതമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു എന്ന കുറ്റത്തിന് സംഘപരിവാറിനെ പിന്തുണച്ചു കോൺഗ്രസ്. ആലോചിച്ച് നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വഖഫ് മന്ത്രി ശ്രീ N ശംസുദ്ദീൻ ആണല്ലോ, മുസ്ലിം ലീഗിന്റെ നേതാവാണല്ലോ. അദ്ദേഹത്തിനും മറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും പോയി BJP-യുടെ കൂടെ ചേർന്നു എന്നൊക്കെ ആരോപിക്കുന്നത് ഷോൺ ജോർജിന്റെ ഒരു ഹർജിയെ മുൻനിർത്തിയാണെങ്കിൽ അത് രാഷ്ട്രീയമായി വില കുറഞ്ഞൊരു ഏർപ്പാടാണ്.